അങ്ങനെ വളരെയധികം കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ആസാമിലെത്തിയിരിക്കുന്നു ഗൈസ്. 3 ദിവസത്തെ ട്രെയിൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആസാമിലെത്തി. ഞങ്ങളിപ്പോൾ ഒരു റിക്ഷയിലാണ് ഗൈസ്. ഞങ്ങൾ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ഏറെ ദൂരമുണ്ട് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീട്ടിലോട്ട്. അപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ മുഖത്തെ സന്തോഷമൊക്കെ നമുക്ക് കണ്ടറിയാനുണ്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കൃഷിയും പാടവും കുളവും ഒക്കെ ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് ഗൈസ്. ഞാൻ കൊച്ചിലെ വന്ന ഓർമ്മയിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ എനിക്കിപ്പം നല്ല രസം, നല്ല തണുപ്പാണ് ഗൈസ്. ഇവിടെ ചൂടൊന്നും അറിയാൻ പോലും ഇല്ല. നല്ല പ്രദേശം, ഫുള്ള് പച്ചപ്പ്, നമുക്ക് കണ്ടാലേ ഉള്ളിലൊരു സന്തോഷമൊക്കെ തോന്നുന്നൊരു സ്ഥലമാണ് ആസാം. എനിക്കങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പാടങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് മാമൻ്റെ വീട്. ഇവിടെ മാമന്, മാമി, മാമൻ്റെ മോന്, ഇവർ പിന്നെ അമ്മയുടെ അമ്മ, ഇവർ 3 പേര്. ഇതുണ്ടോ മാമൻ്റെ മോൻ്റെ സൈക്കിളാണ്. കൊച്ചിറക്കണേ, അവന് 9 വയസ്സേ ഉള്ളൂ. ഇതിവിടെ ചെറിയൊരു അമ്പലം പോലുണ്ട്. ഞങ്ങൾ വിളക്കൊക്കെ കത്തിക്കുന്ന ഇവിടെ. അപ്പം അതാണ് അമ്പലം പോലത്തെ. ഇത് എൻ്റെ കസിനുണ്ട് ഇവിടെ, ഒരു ദീപാഞ്ജലി എന്നാണ് വരിക. കൊച്ചിൻ്റെ സൈക്കിൾ പഠിക്കുകയാണ് ഗൈസ്. ഈ സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു സൈക്കിൾ ഓടിച്ചാലേ സ്കൂട്ടർ പഠിപ്പിക്കത്തുള്ളൂ. അപ്പം പിന്നെ സൈക്കിൾ പഠിക്കുന്നു ഗൈസ്. ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വലിയൊരു സ്കൂളുണ്ട്. സ്കൂളിൽ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, കണ്ടോ, LP സ്കൂളൊക്കെ ഉണ്ടോ. ഇനി ഇതുപോലെ ആസാമിൽ ഓരോരോ വ്ളോഗ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ, ടാറ്റാ.